വരുന്ന ഒരു വ്യക്തിയെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി, നീ ഒരു പാപിയാണെന്നും നീ പാപത്തെ ജനിച്ചുവെന്നും പാപത്തെ ജീവിക്കുന്നുവെന്നും ഈ ലെവലിൽ ജീവിച്ചാൽ നീ നിത്യ നരകത്തിലേക്ക് നിന്റെ എൻഡ് ചെന്ന് ചേരുകയുള്ളൂ എന്നും ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് ആവശ്യം. അതെ അതെ. പാപത്തെക്കുറിച്ച് ബോധം വന്നു കഴിയുമ്പോൾ അവനിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും. കർത്താവ് തന്നെ പലയിടങ്ങളിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. ലൂക്കോസിന് സുവിശേഷം കർത്താവ് അത് അടുപ്പിച്ചടുപ്പിച്ച് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ബ്ലെസ്സിങ്, ഈ ലോകത്തിലുള്ള ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരിയായി അവൻ പാപത്തിൽ ജീവിച്ച് മരിക്കാതെ ആ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തിയിട്ട് അവനെ രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തുക. വേദപുസ്തകത്തിൻ്റെ സ്റ്റെപ്പുകളിലൂടെ അവനെ കടന്നു പോകുവാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ